ഇന്നും ക്ഷണിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷം വരാൻ കൂട്ടാക്കിയില്ല. നേരത്തെ തന്നെ ഈ കണക്കും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്തോ ഈ LDF മാത്രം അവകാശപ്പെട്ടല്ല, ഇത് കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന സർക്കാരുകൾക്കൊക്കെ അവകാശപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും പ്രതിപക്ഷം അതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, അവർ വരുന്നില്ല. എന്തായാലും ഈ ഒരു പ്രഖ്യാപനം ഇന്നിപ്പോൾ നടത്തിക്കഴിഞ്ഞാൽ പോലും അത് തുടർന്ന് ഈ പദവി നിലനിന്ന് പോവേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതിനുവേണ്ട തുടർ പ്രവർത്തനങ്ങളടക്കം ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പദ്ധതി പ്രഖ്യാപനം നടത്തും. ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് നടൻ മമ്മൂട്ടിയാണ്. മോഹൻലാലും കമൽഹാസനും വരുമെന്ന് അറിയിച്ചെങ്കിലും അസൗകര്യം മൂലം ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പിന്നീട് സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. എന്തായാലും ഈ വലിയ ഒരു പഠനം നടത്തി അതിൽ നിന്ന് ഈ ഗുണഭോക്താക്കളുടെ പട്ടിക കണ്ടെത്തുന്നു, അതിദരിദ്രരായിട്ടുള്ളവരെ കണ്ടെത്തുന്നു, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട നടപടി പ്രവർത്തനങ്ങളാണ് പിന്നീട് 2022 മുതൽ കണ്ടത്. അതിൽ തന്നെ ഈ അതിദരിദ്രമുക്തരായിട്ടുള്ളവർക്ക് ഭക്ഷണം, പാർപ്പിടം, വരുമാനം, അതേപോലെ തൊഴിൽ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തി, വീട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തി ആണ് ഇപ്പോൾ ഈ അതിദരിദ്രമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. ഇതിൽ ഭക്ഷണം പോലും ലഭ്യമല്ലാതിരുന്ന 20,000-ഓളം കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ജനകീയ ഹോട്ടൽ, അതേപോലെ തന്നെ കുടുംബശ്രീ, അവരിൽ നിന്നൊക്കെ ഭക്ഷണം ഉറപ്പാക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചു. വീടില്ലാത്തവർക്ക് വീട് നിർമ്മാണം നടത്തി. അതിൽ തന്നെ ഇനി 600 ചില്ലാനം വീട് കൂടി ബാക്കിയുണ്ട്, അതിന്റെ പ്രവർത്തനം നടക്കുന്നു. വീട് പുനരുദ്ധാരണം നടത്തേണ്ടവർക്ക് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ലിസ്റ്റിൽ ഈ അതിദരിദ്ര മുക്തരില്ല എന്ന് ഉറപ്പുവരുത്തി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വിജയകരമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് സർക്കാർ ഇപ്പോൾ അവകാശവാദമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കണക്കിലെ കള്ളത്തരങ്ങൾ ശുദ്ധ കള്ളത്തരമാണ് എന്നൊക്കെ പ്രതിപക്ഷം ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ പരിപാടി ഇപ്പോഴല്ല നടത്തേണ്ടിയിരുന്നത്, അതിൽ ആദിവാസികളുടെ മുഴുവൻ പേരുടെയും ആ പട്ടികയില്ല, ആദിവാസികൾ മുഴുവൻ ഇല്ല, അവരെ കൂടിയൊക്കെ ഉൾപ്പെടുത്തണമായിരുന്നു, അതിൽ കുറച്ചു പേരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി GR അനിൽ കൂടി മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു പരിപാടിയെ? ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്. കേരളം അതിദരിദ്രരില്ലാത്ത നാടായി പ്രഖ്യാപിക്കുമ്പോൾ അത് ആ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഊർജം പകർന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്ന നിലപാട് സ്വീകരിച്ചതാണ്. അതുകൊണ്ട് ഇതിലേക്ക് എത്താൻ ഉള്ള വഴി തുറക്കുന്നത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ പൂർണ്ണമായി ഒഴിവാകുകയാണ്. വിശപ്പ് രഹിത കേരളം യാഥാർത്ഥ്യമായി. പട്ടിണിയില്ലാത്ത നാടായി കേരളത്തെ മാറ്റി. അവിടെ നിന്ന് നമ്മൾ അതിദരിദ്രരില്ലാത്ത നാടായി കേരളത്തെ മാറ്റുകയാണ്. ഈ ഒരു കണക്ക് പറയുകയാണെങ്കിൽ പ്രതിപക്ഷ ഈ പരിപാടി ബഹിഷ്കരിച്ചേക്കാണ്. അവർ പറയുന്നത് 64,006 എന്ന കുടുംബങ്ങളെ കണ്ടെത്തി എന്നുള്ളത് അത് ശുദ്ധ തെറ്റായിട്ടുള്ള കണക്കാണ്. കാരണം മന്ത്രി GR അനിൽ അങ്ങ് തന്നെ നിയമസഭയിൽ കൊടുത്ത ഒരു കണക്കിൽ 5.9 ലക്ഷം പേർക്ക് അതിദരിദ്രരായിട്ടുള്ളവർക്ക് AAI കാർഡ് നൽകിയെന്നാണ്. അപ്പോൾ ഈ കണക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കോൺഗ്രസും UDFും രാഷ്ട്രീയം കളിക്കുകയാണ്. വസ്തുതകളെ യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നില്ല. കണക്കുകളല്ല, യാഥാർത്ഥ്യമാണ് നോക്കേണ്ടത്. അതിദരിദ്രരെന്നുള്ള AAY കാർഡ് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് മാനദണ്ഡം അനുസരിച്ചുള്ള അതിദരിദ്രരുടെ എണ്ണമാണ്. ആ എണ്ണത്തിന് കാർഡ് കൊടുക്കുകയാണ്. ആ കാർഡ് അപ്പോഴും കിട്ടാത്ത 6,000 കുടുംബങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ഒരു കാർഡുമില്ലാത്ത 6,000 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു സർവേ നടത്തുമ്പോൾ. അത് പൂർണ്ണമായും ഇന്നിപ്പോൾ ഒഴിവാക്കപ്പെട്ടു. അവർക്ക് മുഴുവൻ അതിദരിദ്ര കാർഡായിട്ടുള്ള AAY കാർഡ് ലഭ്യമാക്കിയതിലൂടെ 35 കിലോ ധാന്യം ഉറപ്പാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധങ്ങളായ ക്ഷേമ പദ്ധതികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിനനുസരിച്ച് ആളുകളെ എത്തിച്ചുകൊണ്ട് ഭക്ഷ്യഭദ്രത അടക്കം കൈവരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വീടില്ലാത്ത ഒരാളിന് വീട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള വിവിധ ക്ലേശഘടകങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് അതിദരിദ്രരില്ലാത്ത നാടായി കേരളം മാറിയത്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇപ്പോൾ പോലും തെരുവിലൊന്ന് അലഞ്ഞു നോക്കിയാൽ ഈ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവിടെ ഇവിടെയായിട്ടൊക്കെ കിടക്കുന്നവരെയൊക്കെ നമുക്ക് കാണാം. അവരും യഥാർത്ഥത്തിൽ ഈ പട്ടികയിൽ വരേണ്ട ആൾക്കാർ തന്നെയല്ലേ? അവരെ ഒഴിവാക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? നിങ്ങൾ അറിയേണ്ടുന്നത്, കേരളത്തിന്റെ പാറശാല മുതൽ കാസർഗോഡ് വരെ പോയാൽ ഒരു കുഞ്ഞ് മലയാളിയായിട്ടുള്ള ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതെയോ സ്കൂളിൽ പോകാതെയോ നടക്കുന്ന രംഗം കാണാൻ കഴിയില്ല. അത് കാണിക്കുന്നത് അതാണ് കേരളത്തിന്റെ മികച്ച നേട്ടം. അതിൽ അസൂയപ്പെട്ടിട്ട് അത് കുറവാക്കി കാണിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നിൽക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടു പോകും.
അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു, പക്ഷെ അത് കഴിഞ്ഞാലും ഈ ഒരു പ്രഖ്യാപനം നിലനിർത്തി പോകേണ്ടതുണ്ട്. അതായത് ഇനിയും ഒരു അതിദരിദ്രനും വീട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എങ്ങനെ, തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും പോകുന്നത്? അത് ഗവൺമെന്റ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ്. ഇത് നിലനിർത്തുക, ശക്തിപ്പെടുത്തുക. ഈ അവസ്ഥയിലുള്ള ഒരു കുടുംബം ഉണ്ടായാൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് കാലാകാലങ്ങളിലെ ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെയും മുഖ്യമായ ലക്ഷ്യമായിരുന്നു. ഈ പ്രതിപക്ഷത്തെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. പ്രതിപക്ഷം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതെന്ന് അവർ ഈ രാഷ്ട്രീയം കളിച്ച് ഒരു കണക്കിന്റെ പേരിലൊക്കെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അത് ഈ രാജ്യത്തുടനീളം കാണിക്കുന്ന, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഉയർത്തി കാണിക്കുന്ന വലിയൊരു പരിപാടിയായിട്ട് നടത്തുമ്പോൾ അവിടെ അവർ കൂടി വേണമായിരുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രമാണ് അവർ മാറി നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് നിലവിലിപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത്. എന്തായാലും 5 മണിക്ക് കേരളത്തെ അതിദരിദ്രമുക്ത സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായാണ് ഈ ഒരു പ്രഖ്യാപനത്തെ സർക്കാർ ഉയർത്തിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ പ്രത്യേക സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ വലിയൊരു പരിപാടി നടക്കാനിരിക്കുന്നു, അതും പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ സർക്കാരിന്റെ ഈ ഒരു പ്രഖ്യാപനത്തിനെതിരെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്? ഈ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ശുദ്ധ അസംബന്ധം എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനവർ പറയുന്നത് LDFന്റെ പ്രകടന പത്രികയിൽ അന്ന് ഈ അതിദരിദ്രരുടെ പട്ടികയായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത് 4.5 ലക്ഷത്തോളം പേരെയാണ്. പിന്നാലെ ഒരു കണക്ക് നിയമസഭയിൽ മന്ത്രി GR അനിൽ സമർപ്പിച്ചപ്പോൾ ഈ അതിദരിദ്രരായിട്ടുള്ള 5.9 ലക്ഷം പേർക്ക് ഈ AAI കാർഡ് നൽകി എന്നുള്ളൊരു പട്ടിക കൂടി സമർപ്പിച്ചു. അങ്ങനെ ഈ കണക്കുകളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ അതിദരിദ്ര പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ 64,006 കുടുംബങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ ഭക്ഷണമോ പാർപ്പിടമോ വരുമാനമോ ഒന്നും തന്നെ ഇല്ലാത്ത, മരുന്ന് പോലും വാങ്ങിക്കാൻ ഗതിയില്ലാത്ത ആദിവാസികളൊക്കെ തന്നെ ഉണ്ട്. അത് തന്നെ 1 ലക്ഷത്തിന് പുറത്ത് ആദിവാസി കുടുംബങ്ങളുണ്ട്. അവർ കൃത്യമായിട്ട് ഈ പട്ടികയിൽ വന്നിട്ടില്ല. വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം ആദിവാസികളെ മാത്രമാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ഇത് കുറ്റപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള 64,006 കുടുംബങ്ങൾ, അവരെ കണ്ടെത്തിയത് നല്ല കാര്യം തന്നെയാണ്. അവരെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് ഭക്ഷണം, പാർപ്പിടം, അതേപോലെ വരുമാനം, വീട്, ഇതെല്ലാം തന്നെ നൽകുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മുഴുവൻ അർഹരായിട്ടുള്ളവരെയും ഉൾപ്പെടുത്താതെ പോയത് വലിയ ഒരു തെറ്റായിട്ടാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനം മാത്രമെന്നാണ് പ്രതിപക്ഷം ഇതിനെ വിലയിരുത്തിയിരുന്നത്. എന്തായാലും ഇപ്പോൾ പരിപാടി ഗംഭീരമായിട്ട് നടത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ